കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയ ഇടപെടലിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നറിയില്ല. തോളിൽ തൂക്കിയത് ഫലസ്തീൻ്റെ ബാഗാണ്. പക്ഷേ അവിടെ പറഞ്ഞതോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥയിൽ രാജ്യം ഇടപെടണം എന്നുള്ളതുമാണ്. എന്തുകൊണ്ട് ബാഗ് എന്ന ചോദ്യത്തിന് അവർ നൽകിയ ഉത്തരം ഞാൻ എന്ത് ധരിക്കണമെന്നും എന്തുപയോഗിക്കണമെന്നും തീരുമാനിക്കുന്നത് ഞാനാണെന്നാണ്. അതെ, അതാണ് ഈ പറയുന്ന നിലപാടുകളുടെ വൈവിധ്യത്തിലെയും ഒരു ചേർത്തുവെപ്പ്, അതല്ലെങ്കിൽ അതിലും കാണുന്ന ഒരു പൊരുത്തം. പീഡിപ്പിക്കപ്പെടുന്നവരോടും ആക്രമിക്കപ്പെടുന്നവരോടുമൊപ്പമാണെന്നുള്ള സന്ദേശം, അത് ഫലസ്തീനായാലും ബംഗ്ലാദേശ് ആയാലും. കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയുടെ തോളിൽ തൂക്കിയിരുന്ന വാനിറ്റി ബാഗ് വലിയ ചർച്ചയായിരുന്നു. എന്താണ് ആ ബാഗെന്നൊക്കെ പലരും ചോദിച്ചു. ചിലർ വളരെ ആക്ഷേപത്തോടെ അതിനെക്കുറിച്ച് പോസ്റ്റിട്ടു, കാസാക്കൂസന്മാരൊക്കെ ഇട്ടു. എന്നാൽ ആ ബാഗ് അണിഞ്ഞുകൊണ്ട് പാർലമെൻറ്റിലെത്തിയ പ്രിയങ്കാ ഗാന്ധി സംസാരിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുമാണ്. അവിടെ അധികാരസ്ഥാനം വല്ലാതെ തകർത്ത് തരിപ്പണമാക്കി, അവിടെ ഭരണ സംവിധാനങ്ങളൊക്കെയും തകർന്ന് തരിപ്പണമായപ്പോൾ അഭയം തേടിയ ആളിനെ സംരക്ഷിക്കുകയാണ് നമ്മളിവിടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി മണിക്കൂറുകളോളം മറുപടി പറഞ്ഞെങ്കിലും ബംഗ്ലാദേശിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. മണിപ്പൂരിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കാറില്ല. പക്ഷേ ഫലസ്തീൻ്റെ വാനിറ്റി ബാഗ്, അല്ലെങ്കിൽ അത് മുദ്രവെച്ച ആ ബാഗുമായി വന്ന് സംസാരിച്ചത് മുഴുവൻ യഥാർത്ഥത്തിൽ ആരെക്കുറിച്ചാണ്? സംസാരിച്ചത് മുഴുവൻ ബംഗ്ലാദേശിനെക്കുറിച്ചാണ്, അതുപോലെ തന്നെ അവിടുത്തെ മൈനോറിറ്റീസിനെ കുറിച്ചാണ്. അതിലൊരു പൊതു സന്ദേശം വ്യക്തമല്ലേ? പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പമാണ് താനെന്ന സന്ദേശം. അത് ഫലസ്തീനിലായാലും ബംഗ്ലാദേശിലായാലും. ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഈ പറഞ്ഞ വർഗീയതയും ജാതീയതയും മതഭ്രാന്തും ഒന്നും ബാധിക്കാത്ത, അല്ലെങ്കിൽ ഇനി നല്ല മതവിശ്വാസമുള്ള മതവിശ്വാസികളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിറയേണ്ടത് ഇത്തരമൊരു കാഴ്ചപ്പാടാണ്. ദേശീയത ഏതെന്ന് നോക്കാതെ, ആക്രമിക്കുന്നവൻ എൻ്റെ ജാതിയാണോ എന്ന് നോക്കാതെ, ആക്രമിക്കപ്പെടുന്നവൻ്റെ മേൽ അനീതിയാണ് പ്രവർത്തിക്കപ്പെടുന്നതെങ്കിൽ ആ അനീതിയുള്ളവൻ്റെ ശബ്ദമായി മാറുക, മുഖമില്ലാത്തവനും ശബ്ദമില്ലാത്തവൻ്റെയും ദൃശ്യമായും ശബ്ദമായും മുഖമായും മാറുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ദൗത്യം. കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വശത്ത് ബാഗ് പറഞ്ഞതിനെക്കുറിച്ച് ആക്ഷേപിക്കുമ്പോഴും ആ ബാഗ് ധരിച്ച് നിർഭയമായി വന്ന് മറ്റൊരാക്രമിക്കപ്പെടുന്ന അയൽപ്പക്കത്തെ ജനതയെക്കുറിച്ച് പറയാൻ മടിയില്ലായിരുന്നു പ്രിയങ്കാ ഗാന്ധിക്ക്. ആ വൈവിധ്യമെന്ന് ദോഷൈക ദൃക്കുകൾക്ക് തോന്നുന്ന ആ പ്രവൃത്തിയിലും തെളിഞ്ഞു നിൽക്കുന്ന മാനവികതയുടെ അടയാളമാണ് മനുഷ്യത്വം. അതാണ് ഗാന്ധി കുടുംബം, അതാണ് പ്രിയങ്കാ ഗാന്ധി.